അപ്പൊ ഗൈസ് ഇത് ഫ്രൈ ആക്കാൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം പച്ചക്കറിന്റെ അടുത്ത് മുനീർ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഓൻ എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റാൻഡിൽ നിന്ന് മാറ്റണം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഹമോറ വെച്ചിട്ടൊരു ഐറ്റാണ്. എന്താണ്? ഫിഷ് മഖ്ലൂബ. ഗായ്സ്, ടെൻ്റ് കെട്ടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പോയിൻ്റ് അടുത്തായിട്ടാണ് നമ്മളന്നത്തെ പരിപാടി. ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഹമോറ വെച്ചിട്ടൊരു ഐറ്റാണ്. എന്താണ്? ഫിഷ് മഖ്ലൂബ. ഫിഷ് മഖ്ലൂബ ഹമോർ ഫ്രൈ ചെയ്ത് പച്ചക്കറി എല്ലാം ഇട്ടിട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ റൈസ് ദമ്മിട്ട് വെക്കുന്ന ഒരു സംഭവമാണ്. വെറൈറ്റി. എന്നിട്ട് അത് തിളച്ചിയാൽ പച്ചക്കറിയും മീനും മുകളിലുണ്ടാവും. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. സമയം എത്രയെന്ന് വെച്ചാല് 6:20. എന്തായാലും ഉണ്ടായി വരുമ്പോഴേക്കും കുറച്ച് ഇട്ടാവും. അപ്പൊ കാണുന്നവരൊക്കെ സഹകരിക്കുക. അപ്പൊ ഇതുവരെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഞെക്കി കുത്തി പൊട്ടിക്കുക, സപ്പോർട്ട് ചെയ്യുക, ബാക്കിയുള്ള കണ്ടോളി. ജസ്റ്റ് വെയിറ്റ്. സാലാഡല്ലേ ുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകത ഉണ്ടാവും, നമ്മളെ സ്റ്റൗ ആണിത്. ഇതെന്താ പേടകം? പേടകല്ല, നമ്മളെ സ്റ്റൗ ആണ്. നമ്മളെ വീട്ടിലത്തെ സ്റ്റൗവിനെക്കാട്ടും അടിപൊളിയായിട്ട് കത്തും. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതിമഞ്ഞാണ് വെക്കാൻ പോണ്. എനിക്ക് എന്റെ തീറ്റ കഴിഞ്ഞിട്ട് വെക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചോറ് ആയിക്കൊണ്ടിരിക്കണം, റൈസ് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ കഴിഞ്ഞിട്ട് അക്ബർ ചെയ്തിട്ട് ഇതൊക്കെ ഇട്ട് ദമ്മൊക്കെ ഇട്ട് നമ്മൾ മീനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അടിപൊളിയായിട്ട് ഇപ്പൊ ഉണ്ടാവും. അപ്പൊ ശേഷം ഭാഗം സ്ക്രീനിൽ ഇപ്പൊ മുത്തുമണിയാളെ ഇതാണ് നമ്മളെ സ്റ്റൗ കേട്ടോ. അപ്പൊ ഇതെന്താ സംഭവം? മഖ്ലൂബ റൈസിന്റെ അടിയിൽ നിരത്തിൽ ഈ പച്ചക്കറി. ഇതിപ്പോ എന്താണ് ഇതിലിട്ട്?
പൊട്ടാറ്റോ. ഇതിന്റെ മുകളിലെ റൈസ് ഇല്ല. ഇതെല്ലാം പച്ചക്കറികളും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ നിരത്തുക. ഇത് ഫിഷ് മഗ്ലൂബ. ഫിഷ് മഗ്ലൂബ. ഗൈസ് ഫിഷ് മഗ്ലൂബ. കുവൈറ്റിലെ ഫുഡാ, ട്രഡീഷണൽ ഫുഡാണ്. അപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് വെച്ചിട്ട് തന്നെയാണ്. സ്ഥലടാ എന്താ സ്ഥലത്ത്? ചിറയക്കോട്. ചിറയക്കോട്. എപ്പിക്കാട് 3 കിലോമീറ്റർ. അപ്പൊ ഗൈസ് ഇത് ഫ്രൈ ആക്കാൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം പച്ചക്കറിന്റെ അടുത്ത് മുനീർ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഓൻ എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റാൻഡിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കാൻ സാധനം ഉണ്ടാവില്ല, നമ്മൾ വേറെ വെട്ടേണ്ടി വരും. ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഉരുളക്കിഴങ്ങല്ലേ? അതെ അതല്ലേ, ഞാൻ ഉരുളക്കിഴങ്ങ് പൊരിച്ചെന്നല്ലട്ടാ. അതെ അങ്ങനെ കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങ് പൊരിച്ചു നിൽക്കണോ? ഉരുളക്കിഴങ്ങ് പൊരിച്ചത് നിൽക്കണം, പൊരിച്ചു തരില്ല. അപ്പൊ ഇത് വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കാണ്. ഇതിലുള്ള എന്തിൻ്റെയും പേരറിയോ എനിക്ക്? ഈ പച്ചക്കറിയിൽ തക്കാളിന്റെ പേര് മാത്രമേ ഉള്ളൂ. ഈ കുറ്റിയിലെ ഗ്യാസ് കഴിയുമല്ലോ. ഇത് എത്ര എണ്ണ ഒഴിക്കുക അടുത്ത് ഇടാനുള്ള സാധനത്തിന്റെ പേരറിയോ? അതാണ് പ്രക്കോളി എന്നതിന്റെ പേര്. പ്രക്കോളി ഇത് നമ്മളെ വെജിറ്റബിളിലെ രാജാവാണ്. ആ അതൊന്നും ഇട്ട് നമ്മള് കോളിഫ്ലവറേ കണ്ടിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. കോളിഫ്ലവർ വെള്ള, ഇത് നേരെ പച്ച. തക്കാളി വേണ്ട, നീ കുക്കായി ഒന്നു. അതെ, ഇത് വീട്ടില് കാട്ടി കടിക്കാൻ വെച്ചിട്ട് ചാനല്. അപ്പൊ അടുക്കളയിൽ പോലൊക്കെ ഒഴിവാകും. പ്രക്കോളി ആവണേ കുറച്ച് ടൈം ആവണം തോന്നുന്നു അല്ലേ? ചെറുതായിട്ടൊന്ന് എണ്ണ പോരെ, എണ്ണ കുറച്ചും കൂടെ ഒഴിക്കണം. എന്താണ് മെയിൻ പണ്ടാരിയായി ഗായ്സ്. അതെ അതെ അതെ, ഉള്ളി വാട്ടാണ്. ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത്. ആ ഗായ്സ്, തക്കാളി ഇട്ടിട്ട് പൊരി തുടങ്ങി. തക്കാളി വല്ല പൊരിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇത് നമ്മള് കഴിച്ചിട്ട് ലാസ്റ്റ് നമ്മള് അടിപൊളി പറയാൻ നിൽക്കൂല, ടേസ്റ്റിന്റെ മാത്രമേ ടേസ്റ്റിന് പറയുള്ളൂ. കാരണം എന്താണ്, ഇതിന്റെ പണ്ടാരി മുനീറാണ്, അതുകൊണ്ട് അത് ടേസ്റ്റിന്റെ മാത്രമേ പറയുള്ളൂ കേട്ടോ. ടേസ്റ്റിന്റെ മാത്രമേ പറയുള്ളൂ. അടിപൊളി. മുനീറേ, ഇതൊരു അടുക്കളയിൽ കയറിയിരിക്കണോ? പിന്നെന്താ, എന്തിന് കത്തുന്നാനോ? പിന്നെന്താ, അതിന്റെ അടുത്ത് കൂടെ അടുക്കള വാതിലുള്ളത്, അതിന് പുറത്തേക്ക് പോകും. അടുക്കള വാതിലല്ല, ഇതെന്താ സാധനം? ഹോട്ട് സോസ്. ഫസ്റ്റ് നാരങ്ങ മൊത്തം പിഴിഞ്ഞു കൊടുക്കുക. ഉപ്പ് പാകത്തിന്. അത് പാർക്കറിയാത്ത പാകത്തിന്. കെയ്നി പെപ്പർ ഇത് കൂടുതലാണ്. ഇറക്കുമതിയാണ് സാധനം. മുളകിന്റെ ടേസ്റ്റ് ആവില്ല. ഓൺലൈനുണ്ട്. ഓൺലൈനിൽ മാത്രമേ ഇത് വാങ്ങാൻ കിട്ടുള്ളൂ. ഓൺലൈനിൽ ഉള്ളൂ, അല്ല നാട്ടിൽ ഇവിടെ ഒന്നും കിട്ടാൻ. ഇവിടെ ഒന്നും കിട്ടൂലേ? ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. അപ്പൊ ഇതെന്താ സാധനം? ഇത് വെളുത്തുള്ളി പൊടി, ഗാർലിക് പൗഡർ. അതും ആവശ്യത്തിനല്ലേ? അങ്ങനെ പറയാം. പാപ്രിക്ക നമ്മൾ നേരത്തെ തന്നെ അല്ല, ഇത് വേറെ അല്ലേ? വേറെ. അപ്പൊ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി അല്ല, എന്താണ് കളർ ഇട്ടാണല്ലേ? കളർ. ഇനി കൂടുതലും വേണ്ടത് ജീര പൗഡർ കേട്ടോ. അതും ആവശ്യത്തിനല്ലേ? കുരുമുളക് പൊടി. അത് ഹോട്ട് സോസ്. ഇതെന്താണ് ഹോട്ട് സോസ് അല്ലേ? അപ്പൊ ഗായ്സ്, നമ്മളെ മീനും മസാല ഒക്കെ എല്ലാം പിടിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് പൊരിക്കണ ചടങ്ങാണ്, മസില് പിടിച്ചിട്ട് ഇളക്കണം കേട്ടോ. അപ്പൊ ഇത് പൊരിക്കണ ചടങ്ങാണ്. അതെ,
അധികം നേരം ഉണ്ടാവില്ല. ഇതിപ്പോ പൊരിച്ചെടുക്കാൻ എത്ര ടൈം എടുക്കും? ഏകദേശം ഒരു 10 മിനിറ്റ്. അതുകൊണ്ട് കഴിക്കാൻ പറ്റും. അപ്പൊ സാധനം സെറ്റ് ആയിട്ടുണ്ട്. അതെ, എല്ലാം പാകത്തിന് എന്നുള്ളൊരു ഒച്ച മാത്രം അവിടെ നിന്ന് കേട്ടിരുന്നു ഞാൻ. അതാണ് ഞാൻ ചോദിച്ചത്, ഇജ്ജേറ്റാണോ ഇത് തേച്ചത്? അല്ല ഞാനല്ല ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം, കഴിക്കാം. അപ്പൊ ഇതിന്റെ മണം ഇപ്പൊ തന്നെ ഇതിന്റെ മണം വരുന്നുണ്ടോ? വേറൊരു മണം. പൊരിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു മണമാണ് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്കത് പൊരിക്കാം. അടുത്തത് ഇത് ഫ്രൈ ചെയ്യാം. അതിനല്ലേ ഞാനും പറഞ്ഞത്. അതെ, അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാനും ഇംഗ്ലീഷിൽ പറഞ്ഞു. പൊരിക്കാം. അപ്പൊ ഗായ്സ് അങ്ങനെ ഇടുകയാണ്. ഒന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത് ചെറുതായിട്ടൊന്ന് തെറിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭാഗം എന്നാലും കുഴപ്പമില്ല, തിന്നിട്ടേ പോവുള്ളൂ. തോന്നുന്നു അവിടെ മാത്രം വേറെ കളർ ഇവിടെ. അപ്പൊ നമ്മളെ മീന് ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട്. മീന് റെഡിയാണ്. അതെ, അടുത്ത പാത്രത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടാദ്യം പോരട്ടെ. ഉണ്ട്. പൊളിയല്ലേ? മുനീറല്ല മസാല പിടിക്കണം, ഉറപ്പായി. മുനീറല്ല മസാല പിടിക്കണത്. പൊളിയാണ്. എന്താ നമ്മൾ ചെയ്യാൻ പോണത്? കുറച്ച് മുളകുള്ളത് ഒന്ന് കളർ. അപ്പം നമ്മൾ ചെറിയൊരു പരിപാടി. ചുവപ്പ് കളർ ചോറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ എന്തൊക്കെയാ എന്താ ഒഴിച്ചത്? ഈ ഇതുണ്ടല്ലോ, പാപ്രിക്ക. എന്താ ഇതിന്റെ പേര്? പാപ്രിക്ക പൗഡർ. അതാണ് ഇട്ട് കേട്ടോ. അതാണ് ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത്. പെപ്പറിന്റെ പൊടിയാണ് ഇത് ശരിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിളാ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാണ്ട് ഈ സാധനം? ഇത് ഉണ്ട് ഇതേമാർക്ക് കേന്ദ്ര ഇതൊക്കെ ചെറിയ കിട്ടും. അപ്പൊ ചുവപ്പ് കളർ വരുന്നുണ്ട്. നമ്മൾ ചോറ് അടിപൊളി ലെയറിടും. ഇടക്കിടക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കും അല്ലേ? നമ്മൾ പോയ നേരത്തെ ഞാനൊന്ന് ലേശം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കണോടാ. മീൻ പൊരിച്ച ഓയിൽ കുറച്ച്. മീൻ പൊരിച്ച ഓയിൽ വൈതനങ്ങ അപ്പൊ ഇതിട്ടിട്ട് സെറ്റ് ആക്കുന്നില്ലേ നമ്മൾ ആദ്യം? പൊട്ടറ്റോ. അപ്പൊ അതിട്ട് ഒന്ന് സെറ്റ് ആക്കുക കേട്ടോ സാധനം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് ഇടുക. ഈ പച്ചക്കറി സാധനങ്ങളും കൂടി ആദ്യം ഇടുകയാണ്. അപ്പൊ കഴിച്ചാൽ ഫസ്റ്റ് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടതിൽ വെച്ചിട്ടുണ്ട്. അതാ രണ്ടാമത്തെ മീനും അതിന് സെറ്റാക്കിയിട്ടുണ്ട്. കൊള്ളില്ല, എന്നാലും ഞങ്ങള് തള്ളി കയറ്റുണ്ട് അതിനുള്ളിലേക്ക്. ഞാൻ കയറൂല എന്ന് പറഞ്ഞിട്ട് മീനും കയറ്റും എന്ന് പറഞ്ഞിട്ട് മുനീർക്കും. അതാണ് ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്. മീൻ അതില് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വയറ്റി വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, വറുത്ത് വെച്ച്. അപ്പൊ അതാണ് ഇപ്പൊ ഇതിന്റെ മുകളിൽ കൂടി ഇട്ടിട്ടുള്ളത്. ഇനി ഇതിന്റെ മുകളിൽ എന്താ വരിക? കേങ്ങും വൈതനങ്ങയും ഒന്നും കൂടി ഇതിന്റെ മുകളിൽ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ ഇതിന്റെ ബാക്കിയാണ്. അപ്പൊ അതിന് ഇതിന്റെ മുകളിൽ കൂടി ഒന്നുകൂടി ഡെക്കറേഷൻ ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കും. പച്ചക്കറി ബാക്കിയുള്ളതുണ്ടല്ലോ അതും കൂടി ഇതിൽ എന്താ പറയാ മിക്സ് ആക്കി ഇട്ട് കൊടുക്കുകയാണ് മുകളിൽ. ഇതിൽ ചോറും കൂടി ഇട്ടാ സെറ്റായി. അപ്പൊ ചോറിപ്പെടും. അപ്പൊ ഇതും കൂടി ഇത് കേട്ടോ. മണം കിടക്കണ ഇതിമേണ്. കുറച്ച് ജീരകപ്പൊടി കേട്ടോ, ജീരകപ്പൊടിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ എന്താ പറയാ ചുവപ്പ് കളറാക്കി വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ, ആ സംഭവം തീക്കണേ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തു കൂടിയും അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കിയുള്ള ആ വെള്ളച്ചോറ് ദീക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടിപൊളി കേട്ടോ. ഇതിന് ബന്ധു വന്നാണല്ലോ മക്കളെ. ഇപ്പൊ തന്നെ വായക്കൂടി ഇങ്ങനെ വള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങാണ്. ഞാൻ സഹിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക. ഞാനും ചെറുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പരിപാടി അറിയാം? മെയിനായിട്ട് ഇതിന്ന് കുറച്ച് സാധനം അടിച്ചു മാറ്റി പെരയിൽ കൊണ്ടുപോകുക, പെരക്കാരെ കൊടുക്കുക. പെരക്കാർക്ക് ഭയങ്കര എന്താ പറയാ മൂപ്പര ഫാൻസ് ആട്ടോ പെരക്കാർ. അന്നൊരു കാരണമുണ്ട്. അതായത് മൂപ്പരുണ്ടാക്കിയ സാധനങ്ങൾ എന്താ പറയാ എൻ്റെ പെരയിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു കുപ്പിയില് ബീഫ് ഇട്ടിട്ടുള്ള പരിപാടി. അത് തിന്നിട്ട് പോലെ പറഞ്ഞു ഇത്രയും കൊടുത്തിട്ടുള്ളൂ, 2 കുപ്പിയാ പെരയിൽ കൊണ്ട്. എന്നിട്ട് അവര് പറഞ്ഞത്
അപ്പൊ ഇവിടേക്ക് വന്നപ്പോ പെരക്കാരൊക്കെ പറഞ്ഞു മുനീർക്കാരുടെ അന്വേഷണം പറയണം, ചോദിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച്. അതാണ് ഞാൻ ഇപ്പൊ ഇതിൽ പറയാൻ കാരണം. മുനീർക്ക കൊണ്ടോണം. പട്ടപ്പൊടി. ആ അപ്പൊ നമ്മള് അടക്കാൻ പോവാട്ടോ സംഭവം, ദമ്മിടുക. അപ്പൊ ആയി വന്നാണല്ലോ മക്കളെ. അപ്പൊ അത് സാധനം വെച്ചിട്ടുണ്ട്, സെറ്റ്. കനലൊക്കെ പാടെ അതിന്റെ മുകളിൽ കൂടി ഇട്ടോണ്ടിരിക്കുക കേട്ടോ. നമ്മള് ദമ്മിടുന്ന പരിപാടി ഇല്ലല്ലോ, അതാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കണേ. ഇതുപോലെ ഇട്ടച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ടച്ച് എത്ര നേരം ഇരിക്കേണ്ടി വരും? അരമണിക്കൂർ. അപ്പൊ അരമണിക്കൂർ കൂടി ഇരുന്ന സാധനം സെറ്റാണ്. പച്ചമുളക്, ഇതും അറബിക് ഫുഡിന്റെ ഇതിലുള്ള പാർസല് അറബിക് ഫുഡുള്ള കാര്യമായിട്ട് അത്ര മതിയോ? തക്കാളി നീ കുത്തിച്ചാക്കുണ്ടോ? ഒന്ന് ചാക്കണല്ലേ. അപ്പൊ ഇതെന്താ സംഭവം? പുളി. അപ്പൊ ഇത് കൊയ്ക്കാണ്. ചില്ലി പൗഡർ ഇട്ടല്ലേ? അപ്പൊ നമ്മളിത് പൊട്ടിക്കുക കേട്ടോ. റെഡി ആയിട്ടുണ്ട് സാധനം. അപ്പൊ സാധനം നിന്ന് റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളാണ് കഴിക്കുക നോക്കാല. സംഭവം അടിപൊളിയാട്ടോ. അപ്പൊ എന്തായാലും അടിപൊളിയാട്ടോ സംഭവം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഫുഡ് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. എന്താണ് എന്റെ അഭിപ്രായം? അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മളെ ഇതാണ് ഇതാണ് അതിലേറെ അടിപൊളിയായത്. സലാഡ് എന്താ പറയാം, ചട്നി. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഞെക്കി കുത്തി പൊട്ടിക്കുക. അപ്പൊ തിരിച്ചോളം കുറിപ്പോൾ എന്തായാലും അപ്പൊ ഇത് ഉണ്ടാക്കി വെക്കുക. അടിപൊളി സാധനം എന്തായാലും ഞാൻ തിന്നിട്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ.